ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് വാത്മീകി രാമായണം സുന്ദരകാന്ഡം സർഗം 1 ശ്ലോകങ്ങൾ 85 മുതൽ. ദശയോജന വിസ്തീർണ കോമ 30 യോജനമായതാ ഛായാ വാനരസിംഹസ്യ കോമ ജലേ ചാരുതരാഭവത്. ദശ 10 യോജന യോജന വിസ്തീർണ വീതിയുള്ള 30 ആയത നീണ്ട ഛായ നിഴൽ വാനരസിംഹസ്യ വാനരസിംഹനായ ഹനുമാന്റെ ജലേ വെള്ളത്തിൽ ചാരുതര അതിമനോഹരമായിട്ടുള്ള അഭവത് ആയി. അതായത് വാനരസിംഹനായ ഹനുമാന്റെ നിഴൽ സമുദ്രജലത്തിൽ 10 യോജന വീതിയിലും 30 യോജന നീളത്തിലും വ്യാപിച്ച് അതിമനോഹരമായിട്ട് കാണപ്പെട്ടു. അതായത് ഹനുമാന്റെ ആ മഹാകായ രൂപത്തിന്റെ പ്രതിഫലനം സമുദ്രത്തില് വിസ്മയകരമായിട്ടുള്ള ദൃശ്യം സൃഷ്ടിച്ചു. ഹനുമാന്റെ മഹത്വം അദ്ദേഹത്തിന്റെ നിഴലിൽ പോലും പ്രകടമായിരുന്നു എന്നാണ് പറയണത്. ഓക്കെ. ദശയോജന വിസ്തീർണ 30 യോജനമായതാ ഛായാ വാനരസിംഹസ്യ ജലേ ചാരുതരാഭവത്. ദശയോജന വിസ്തീർണ 30 യോജനമായതാ ഛായാ വാനരസിംഹസ്യ ജലേ ചാരുതരാഭവത്. അടുത്ത ശ്ലോകം. ശ്വേതാഭ്ര ഖനരാജീവ കോമ വായുപുത്രാനുഗാമിനി തസ്യ സാ ശുശുഭേച്ഛായാ കോമ വിതതാ ലവണാംബസി. ശ്വേത ച വെളുത്തത്, അഭ്ര മേഘം, ഖന സാന്ദ്രമായ, രാജീവ താമര പോലെ മനോഹരമായ, വായുപുത്ര വായുപുത്രനായിട്ടുള്ള ഹനുമാൻ, അനുഗാമിനി പിന്തുടരുന്ന, വിതത വ്യാപിച്ച് കിടക്കുന്ന, ലവണാംബസി ഉപ്പുവെള്ള സമുദ്രത്തില്, ശുശുഭേ ശോഭിച്ചു. അതായത് വായുപുത്രനായ ഹനുമാനെ പിന്തുടർന്ന് സമുദ്രത്തിനു മേൽ വ്യാപിച്ചിരുന്ന അദ്ദേഹത്തിന്റെ നിഴല് വെളുത്ത മേഘക്കൂട്ടം പോലെ മനോഹരമായിട്ട് ശോഭിച്ചു. ഹനുമാന്റെ യാത്രയുടെ മഹിമ അദ്ദേഹത്തിന്റെ നിഴലിനും സൗന്ദര്യം പകർന്നു. ഹനുമാന്റെ നിഴൽ പോലും സമുദ്രത്തെ അലങ്കരിച്ചു കൊണ്ടിരുന്നു. ശ്വേതാഭ്രഖനരാജീവ വായുപുത്രാനുഗാമിനി തസ്യ സാ ശുശുഭേച്ഛായാ വിതതാ ലവണാംബസി. ശ്വേതാഭ്രഖനരാജീവ വായുപുത്രാനുഗാമിനി തസ്യ സാ ശുശുഭേച്ഛായാ വിതതാ ലവണാംബസി. അടുത്ത ശ്ലോകം. ശുശുഭേ സ മഹാതേജാഃ കോമ മഹാകായോ മഹാകവിഃ വായുമാർഗേ നിരാലംബേ കോമ പക്ഷവാനിവ പർവതഃ. ശുശുഭേ മഹാതേജാഃ മഹാതേജസ്സുള്ളവന്, മഹാകായ മഹത്തായ ശരീരമുള്ളവൻ, മഹാകവിഃ ആ മഹാവാനരൻ, വായുമാർഗേ ആകാശമാർഗത്തില്, നിരാലംബേ ആശ്രയമില്ലാത്ത, പക്ഷവാൻ ചിറകുകളുള്ള, പർവതം അതായത് മഹാതേജസ്സും മഹാകായവുമുള്ള ഹനുമാൻ ആശ്രയമില്ലാത്ത ആ ആകാശത്തില് പറക്കുന്ന ചിറകുള്ള ഒരു പർവ്വതം പോലെ ശോഭിച്ചു. ഹനുമാന്റെ രൂപം സാധാരണ ജീവികളെക്കാൾ അതീതമായ ദിവ്യശക്തിയുടെ പ്രതീകമായിരുന്നു. ഹനുമാൻ ആകാശത്തേക്ക് പറക്കുന്ന മഹാപർവ്വതം പോലെ തോന്നി. ശുശുഭേ സ മഹാതേജാഃ മഹാകായോ മഹാകവിഃ വായുമാർഗേ നിരാലംബേ പക്ഷവാനിവ പർവതഃ. അടുത്ത ശ്ലോകം. യേനാസൗ
യാതി ബലവാൻ വേഗേന കപികുഞ്ചരഃ തേന മാർഗേണ സഹസ ദ്രോണീകൃത ഇവാർണവഃ. യേന ഏതു വഴിയിലൂടെ ബലവാൻ ശക്തനായ കപികുഞ്ചരഃ ആനയെ പോലെയുള്ള മഹാവാനരൻ വേഗേന വേഗത്തോടെ അർണവഃ സമുദ്രം ദ്രോണീകൃത താഴ്ന്ന കുഴി പോലെയായ അതായത് ശക്തനായ ഹനുമാൻ ഏതു വഴിയിലൂടെ അതിവേഗത്തിൽ സഞ്ചരിച്ചുവോ ആ വഴിയിലുള്ള സമുദ്രം കുഴി പോലെ താഴ്ന്നു പോയതായിട്ട് തോന്നിയെന്ന് പറയാണ് കവി. ഹനുമാന്റെ വേഗം സമുദ്രത്തിന്റെ ഉപരിതലത്തെയും സ്വാധീനിച്ചു. ഹനുമാന്റെ ശക്തിയിൽ സമുദ്രം പോലും വഴി മാറിയതായിട്ട് തോന്നി. യേനാസൗ യാതി ബലവാൻ വേഗേന കപികുഞ്ചരഃ തേന മാർഗേണ സഹസാ ദ്രോണീകൃത ഇവാർണവഃ. അടുത്ത ശ്ലോകം. ആപാദേ പക്ഷിസംഘാനാം പക്ഷിരാജ ഇവ പ്രജൻ ഹനുമാൻ മേഘജാലാനി പ്രഹർഷൻ മാരുതോ യഥാ. പക്ഷിസംഘാനാം പക്ഷിക്കൂട്ടങ്ങൾക്കിടയിൽ പക്ഷിരാജ ഗരുഡൻ പക്ഷികളുടെ രാജാവായ ഗരുഡൻ പ്രജൻ സഞ്ചരിച്ചുകൊണ്ട് മേഘജാലാനി മേഘക്കൂട്ടങ്ങളെ പ്രകർഷൻ വലിച്ചിഴച്ചുകൊണ്ട് മാരുതഃ കാറ്റ് യഥാ പോലെ അതായത് പക്ഷിക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒരു ഗരുഡനെ പോലെ സഞ്ചരിക്കുകയും കാറ്റ് മേഘങ്ങളെ വലിച്ചിഴയ്ക്കുന്നത് പോലെ മേഘക്കൂട്ടങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഹനുമാൻ മുന്നേറുകയും ചെയ്തു. അതായത് ഹനുമാന്റെ സഞ്ചാരം ഗരുഡന്റെ വീര്യവും കാറ്റിന്റെ വേഗവും ഒരുമിച്ചുള്ളതായിരുന്നു. ഹനുമാൻ ആകാശത്തിന്റെ അധിപനെ പോലെ പാഞ്ഞുപോയി. ആപാദേ പക്ഷിസംഘാനാം പക്ഷിരാജൈവ വ്രജൻ ഹനുമാൻ മേഘജാലാനി പ്രകർഷൻ മാരുതോ യഥാ. അടുത്ത ശ്ലോകം. പാണ്ഡുരാരുണവർണ്ണാനി നീലമാഞ്ചിഷ്ഠകാനി ച കപിനാഗൃശ്യമാണാനി മഹാഭ്രാണി ചകാശിരേ. പാണ്ഡുര വെളുത്ത, ആരുണ ഇളം ചുവപ്പ്, നീല നീലനിറം, മാഞ്ചിഷ്ഠ കടും ചുവപ്പ്, മഹാഭ്രാണി വലിയ മേഘങ്ങള്, ദൃശ്യമാണാനി വലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ചകാശിരെ തിളങ്ങി അതായത് വെളുത്തതും ചുവപ്പും നീലയും കടും ചുവപ്പും നിറങ്ങളിലുള്ള വലിയ മേഘങ്ങൾ ഹനുമാനാൽ വലിക്കപ്പെട്ടു പോകുന്നത് പോലെ മനോഹരമായിട്ട് തിളങ്ങി. അതായത് ഹനുമാന്റെ യാത്ര ആകാശത്തിന്റെ ഭംഗി വർദ്ധിപ്പിച്ചു എന്ന് പറയാണ് കവി. മേഘങ്ങൾ പോലും ഹനുമാന്റെ ആ മഹായാത്രയുടെ ഭാഗമായതുപോലെ തോന്നി. പാണ്ഡുരാരുണവർണ്ണാനി നീലമാഞ്ചിഷ്ഠകാനി ച കപിനാകൃശ്യമാണാനി മഹാഭ്രാണി ചകാശിരേ. അടുത്ത ശ്ലോകം. പ്രവിശന്നഭ്രജാലാനി നിഷ്പദംശ്ച പുനഃ പുനഃ പ്രച്ഛന്നശ്ച പ്രകാശശ്ച ചന്ദ്രമാ ഇവ ലക്ഷ്യതേ. പ്രവിശൻ പ്രവേശിച്ച്, അഭ്രജാലാനി മേഘക്കൂട്ടങ്ങളിലേക്ക്, നിഷ്പദൻ പുറത്തു വന്ന്, പുനഃ പുനഃ വീണ്ടും വീണ്ടും, പ്രച്ഛന്നഃ മറഞ്ഞ, പ്രകാശക തെളിഞ്ഞ, ചന്ദ്രമാഹ ചന്ദ്രൻ, ലക്ഷ്യതേ കാണപ്പെട്ടു. അതായത് മേഘങ്ങളില് കടന്നും പുറത്തു വന്നും ചെയ്ത ഹനുമാൻ ചിലപ്പോൾ മറഞ്ഞും ചിലപ്പോൾ തെളിഞ്ഞും കാണപ്പെടുന്ന ചന്ദ്രനെ പോലെ തോന്നി. ഹനുമാന്റെ യാത്ര മനോഹരമായ ഒരു ആകാശ ദൃശ്യമായിട്ട് മാറി. മേഘങ്ങൾക്കിടയിൽ കളിക്കുന്ന ചന്ദ്രനെ പോലെ ഹനുമാൻ അങ്ങനെ തിളങ്ങി. പ്രവിശന്നഭ്രജാലാനി നിഷ്പദംശ്ച പുനഃ പുനഃ പ്രച്ഛന്നശ്ച പ്രകാശശ്ച ചന്ദ്രമായിവ ലക്ഷ്യതേ. അടുത്ത ശ്ലോകം. പ്ലവമാനന്ദു തം ദൃഷ്ട്വാ പ്ലവംഗം ത്വരിതം തദാ വവർഷുഹു പുഷ്പവർഷാണി ദേവഗന്ധർവദാനവാഹ. പ്ലവമാനം ചാടിക്കൊണ്ടിരിക്കുന്ന പ്ലവംഗം വാനരനെ ത്വരിതം അതിവേഗത്തിൽ ദൃഷ്ട്വാ കണ്ടിട്ട്
വവർഷുഹു വർഷിച്ചു. എന്തെന്ന്? പുഷ്പവർഷാണി പൂമഴ. ആരാണ് ചെയ്തത്? ദേവന്മാര്. പിന്നെയോ ഗന്ധർവന്മാര്. പിന്നെ ദാനവാഹ ദാനവന്മാര്. അങ്ങനെ അതിവേഗത്തില് സമുദ്രം ലംഘിക്കുന്ന ഹനുമാനെ കണ്ട് ദേവന്മാരും ഗന്ധർവന്മാരും ദാനവന്മാരും പൂമഴ വർഷിച്ചു. ഹനുമാന്റെ ധീരതയും ഭക്തിയും എല്ലാവരുടെയും പ്രശംസ നേടി. ദേവലോകം ഹനുമാന്റെ ദൗത്യത്തെ അനുഗ്രഹിച്ചു. അതായത് ഈ ഭാഗത്ത് ഹനുമാനെ ഒരു സാധാരണ വാനരനായിട്ടല്ല, മറിച്ച് ആകാശത്ത് പറക്കുന്ന ഒരു പർവ്വതമായിട്ടും പിന്നെയോ ഗരുഡനെ പോലെയുള്ള ദിവ്യവീരനായും മേഘങ്ങളെ ചലിപ്പിക്കുന്ന കൊടുങ്കാറ്റായും മേഘങ്ങൾക്കിടയിൽ തെളിയുന്ന ചന്ദ്രനായിട്ടും വാൽമീകി മഹർഷി ചിത്രീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മഹത്വം കണ്ട് ദേവലോകം പോലും പൂമഴ വർഷിച്ച് ആദരിക്കുന്നു. അതായത് ഭക്തി, ദൃഢനിശ്ചയം, ആത്മവിശ്വാസം, ധർമ്മനിഷ്ഠ ഇവ ഒന്നിച്ചു ചേരുമ്പോൾ മനുഷ്യന് അസാധ്യമായി തോന്നുന്ന കാര്യങ്ങളും സാധ്യമാക്കും. ഹനുമാന്റെ സമുദ്രലംഘനം അതിന്റെ പ്രതീകമാണ്. പ്ലവമാനന്ദു തം ദൃഷ്ട്വാ പ്ലവംഗം ത്വരിതം തദാ വവർഷുഹു പുഷ്പവർഷാണി ദേവഗന്ധർവദാനവാഹ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.